ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫാമിലിയുടെ മെമ്പർ ആവുന്ന ആരും ഒന്ന് പരിഗണിക്കുക ഗൈസ്. നിങ്ങളുടെ വലിയ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒന്ന് ഓർക്കുക ഗൈസ്. നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. ഇന്ന് മൈക്ക് കൈപ്പിടി സംസാരിക്കാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? വീഡിയോയിലേക്ക് പോയിക്കാം. ഏറെ പറയുക, ചരിത്രവും എല്ലാം പ്രൗഢിയും എല്ലാം പറയാനുള്ള സ്പെയിനിലെ ആ നഗരം ഇന്നലെ അങ്ങേയറ്റത്തെ നിശബ്ദതയുടെ ആ രാവിൽ എല്ലാ വികാരങ്ങളും ഒത്തുചേർന്ന ഒരു പാക്കേജ് ആയിരുന്നു. സന്തോഷമുണ്ടോ ഉണ്ട്, സങ്കടമുണ്ടോ ഉണ്ട്, വികാര നിർഭരമായ അന്തരീക്ഷമായിരുന്നു ഇന്നലെ മാഡ്രിഡ് നഗരവും സാന്റിയാഗോ ബെർണാബുവും സാക്ഷികളായത്. മികച്ചൊരു വിജയത്തിലൂടെ സന്തോഷത്തിലൂടെ ആ ഗോൾഡൻ ബാച്ചിലെ അവസാന കണ്ണിക്കും യാത്ര അയക്കാൻ അവർക്കായി. അത് മാത്രമോ, അവരുടെ പടിയിറങ്ങുന്ന എല്ലാവർക്കും മികച്ചൊരു ഫെയർവെൽ ഒരുക്കാനായി. അപ്പോഴും ടീമിന്റെ മോശം പ്രകടനത്തിലും നല്ലതിലും ചീത്തയിലും എല്ലാം കൂടെ നിന്നവർ പടിയിറങ്ങുന്ന വേദനയും അവരുടെ വികാര നിർഭരമായ വാക്കുകളും ഓരോ മാഡ്രിഡ് ആരാധകന്റെ നെഞ്ചിലും ഉണ്ടാവും. അത് സംശയമില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് അതിലേക്കൊന്ന് പോവാം. റയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ ബിൽബാവോ 4-2 റയൽ മാഡ്രിഡിന്റെ വിജയം. ആദ്യം 11-ാം മിനിറ്റിൽ ഗോൺസാലോ ഗാർഷ്യയിലൂടെ റയൽ മാഡ്രിഡ് മുന്നിലെത്തുന്നു. പിന്നീട് മത്സരം ഇങ്ങനെ പുരോഗമിക്കുകയും ഗോൺസാലോ ഗാർഷ്യയുടെ ഗോള് ഡാനിയൽ കർവാലിന്റെ അസിസ്റ്റ് ആണ്. ഓർക്ക ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം മികച്ചൊരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ടാണ് പോകുന്നത്. 40-ാം മിനിറ്റിൽ എംബാപ്പയുടെ നമ്മുടെ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ഇംഗ്ലണ്ട് സൂപ്പർ താരം ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ഗോളിലൂടെ 2-0 എന്ന രീതിയിലേക്ക് എത്തുന്നു. തുടർന്ന് മത്സരം അവസാനിക്കാൻ, അതായത് മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം നൽകി 46-ാം മിനിറ്റിൽ അത്ലറ്റിക്കോ ബിൽബാവോ ഒരു ഗോൾ നേടുന്നു. അങ്ങനെ 2-1 എന്ന രീതിയിലേക്ക് മത്സരം എത്തുന്നു. പിന്നീട് അതിനുശേഷം മത്സരം ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നു. തുടർന്ന് സെക്കൻഡ് ഹാഫിലേക്ക് മത്സരം പോകുന്നു. സെക്കൻഡ് ഹാഫിൽ 50-ാം മിനിറ്റിൽ മത്സരം തുടങ്ങി. 50-ാം മിനിറ്റിൽ തന്നെ കിലിയൻ എംബാപ്പെ 3-1 എന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുന്നു. മത്സരം പുരോഗമിക്കുക. 87-ാം മിനിറ്റിൽ ഡയസിന്റെ ഒരു ഗോളിലൂടെ 4-1 എന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. മത്സരത്തിന്റെ അവസാന നിമിഷം അത്ലറ്റിക്കോ ബിൽബാവോ ഒരു ഗോളും കൂടെ അടിക്കുന്നു. അങ്ങനെ 6 ഗോളുകൾ കണ്ട മത്സരത്തിൽ 4-2 എന്ന രീതിയിൽ റയൽ മാഡ്രിഡ് അവസാന വിജയം. 86 പോയിന്റ് ആണ്. ഈ സീസൺ മോശമായിരുന്നുവെങ്കിലും മികച്ച ഒരു രീതിയിൽ പല മികച്ച മൂമെന്റ്സ് നൽകിയാണ് ഈ സീസൺ പോയത് എന്നതിൽ സംശയം ഒട്ടുമില്ലല്ലോ. ഇന്നലെ മത്സരത്തിന് ശേഷം ഡേവിഡ് അലാബ വിടുന്ന ഡേവിഡ് അലാബ ഇങ്ങനെ പറഞ്ഞു, ലോകത്ത് തന്നെ ബെസ്റ്റ് ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. ഞാൻ എന്നും ഈ ക്ലബിനെയും ഈ ആരാധകരെയും ഹൃദയത്തിൽ സൂക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് ഡേവിഡ് അലാബ പറഞ്ഞു. കൂടാതെ ഇന്നലെ നമ്മുടെ വേറൊരു നല്ല കാഴ്ച എന്ന് പറയുന്നത് ആർബിലോയും എംബാപ്പയും തമ്മിൽ അടിയെന്നാണല്ലോ പറയുന്നത്. എന്നാൽ അതൊരിക്കലും സംഭവിച്ചില്ല. എംബാപ്പെ ഇന്നലെ ഗോൾ അടിച്ചതിനു ശേഷം ആർബിലോയ്ക്ക് കൈകൊടുക്കുന്ന കണ്ടു. അങ്ങനെ രക്തകലുഷിതമല്ലാത്ത, അടികളൊന്നുമില്ലാത്ത, സ്നേഹത്തോടെ പിരിഞ്ഞ ഒരു അവസാന മത്സരം. എന്തായാലും മാറ്റങ്ങൾ ഒരുപാട് ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവുമില്ല. അത് തുടങ്ങിക്കഴിഞ്ഞു. റയൽ മാഡ്രിഡ് ഫ്ലോറന്റീനോ പെരസിനെ നിലനിൽക്കണമെങ്കിൽ അത് അനിവാര്യമായ ഒരു മാറ്റം തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ